നമസ്കാരം. പ്രധാന വാർത്തകൾ. നാടിനെ നടുക്കി ഒറ്റപ്പാലത്ത് ഇരട്ടക്കൊല. ദമ്പതികളായ നസീർ, സുഹറ എന്നിവരാണ് വെട്ടേറ്റ് മരിച്ചത്. ഇവരുടെ വളർത്തുമകളുടെ കുട്ടിക്കും പരിക്ക്. കൊല നടത്തിയ വളർത്തുമകളുടെ ഭർത്താവ് പൊന്നാനി സ്വദേശി മുഹമ്മദ് റാഫി അറസ്റ്റ്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ്. എടത്തനാട്ടുകര കാപ്പുപറമ്പിൽ തേനീച്ചക്കൂട്ടത്തിന്റെ ആക്രമണം. 7 പേർക്ക് പരിക്ക്. മാരകമായി കുത്തേറ്റ വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. വീടിനകത്ത് വരെ കയറി തേനീച്ചകൾ കുത്തി. ഇത്തവണ മണ്ണാർക്കാട്ടെ UDF സ്ഥാനാർത്ഥി മണ്ണാർക്കാട്ടുകാരൻ തന്നെയാവണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ. 3 തവണ MLA ആയ N ഷംസുദ്ദീൻ മാറണം. നേതൃക്യാമ്പിൽ ഇക്കാര്യം തീരുമാനിച്ചതാണെന്നും കല്ലടി അബൂബക്കർ. കുമരമ്പത്തൂർ കാരിപ്പാടത്ത് പട്ടാപ്പകൽ റബ്ബർ ഷീറ്റ് മോഷണം. 50 കിലോ റബ്ബർ മോഷണം പോയി. പ്രദേശത്ത് കാർഷികോൽപ്പന്നങ്ങൾ മോഷണം പോകുന്നത് പതിവെന്ന് നാട്ടുകാർ. പട്ടാമ്പിയിൽ അഴുക്ക് ചാലുകളിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഒഴുക്കിവിടുന്നതായി കണ്ടെത്തി. സമീപത്തെ കിണറുകളിലെ വെള്ളം പരിശോധിച്ചതിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം. നടപടിയുമായി നഗരസഭയും ആരോഗ്യ വിഭാഗവും. PK ശശിയോട് അനുഭാവമുള്ള നേതാക്കളെയും ഒതുക്കാൻ നീക്കമെന്ന ആരോപണം. പ്രതിഷേധിച്ച CITU മണ്ണാർക്കാട് ഡിവിഷൻ സെക്രട്ടറി M അവറ CPM ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു. കൂടുതൽ പേർക്കെതിരെ നടപടി വരുമെന്ന സൂചന. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റപ്പാലത്തെ ഇരട്ടക്കൊലയിൽ പ്രതി അറസ്റ്റിൽ. തോട്ടക്കര നാലകത്ത് വീട്ടിൽ 63-കാരനായ നസീർ, ഭാര്യ 60-കാരി സുഹറ എന്നിവരാണ് വെട്ടേറ്റ് മരിച്ചത്. ഇവരുടെ വളർത്തുമകൾ സുൽഫിയത്തിന്റെ 4 വയസ്സുകാരനായ മകനും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ സുൽഫിയത്തിന്റെ ഭർത്താവും പൊന്നാനി സ്വദേശിയുമായ മുഹമ്മദ് റാഫിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച അർദ്ധരാത്രി 12 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. ആക്രമണത്തിനിടെ പരിക്കേറ്റ കുട്ടിയുമായി രക്ഷപ്പെട്ട സുൽഫിയത്തിനെ നാട്ടുകാർ കാണുന്നതോടെയാണ് കൊലപാതക വിവരം പുറം ലോകം അറിയുന്നത്. യുവതി നൽകിയ വിവരമനുസരിച്ച് നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ തിരച്ചിലിലാണ് നസീറിനെയും സുഹറയെയും വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പോലീസ് സംഭവ സ്ഥലത്തെത്തുമ്പോൾ കൈനരമ്പ് മുറിച്ച നിലയിൽ മുഹമ്മദ് റാഫി അവിടെയുണ്ടായിരുന്നുവെങ്കിലും പോലീസിനെ വെട്ടിച്ച് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ വ്യാപക തിരച്ചിലിനൊടുവിൽ പുലർച്ചെ 4 മണിയോടെ സമീപത്തെ പള്ളിക്കാട്ടിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. നിങ്ങൾ മെനക്കെട്ടിട്ടാണ് അവനെ കിട്ടിയത്. നിങ്ങൾ മെനക്കെട്ടിട്ട് അത് കിട്ടിയത് നശിപ്പിക്കല്ലേ? ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടിയെ ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുടുംബ വഴക്കാണ് ആക്രമണത്തിന് കാരണമെന്ന് ബന്ധുവായ ഷംസുദ്ദീൻ പറഞ്ഞു. മകളെ ഈ ആള് ചെയ്ത ആള് ഇവിടുന്ന് കല്യാണം കഴിച്ചതാണ്. മുമ്പ് കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് 3-4 വർഷമായിരുന്നു. ഇപ്പോൾ കുട്ടിയും ഭാര്യയും ഇവിടെയാണുള്ളത്. പാപ്പാടെ അടുത്തും മകളടുത്താണ്. കുട്ടീനെ കാണണം പറഞ്ഞ് ഒരു കേസൊക്കെ കൊടുത്തൊരു കേസ് നിലവിലുണ്ട്. ഇപ്പം ഇന്നലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കലുണ്ടേ കുട്ടീനെ കാണണമെന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് ഇന്നലെ രാത്രി ഇതുപോലെ വന്നിട്ട് പിന്നിക്കൂടെ വന്നിട്ടാണ് ഇപ്പോൾ സംഭവം നടത്തിയിട്ടുള്ളത്. ഒരു കാണിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിയുന്ന ഒരു ഇതില്ല. പിന്നിൽ വെച്ചിട്ടപ്പോൾ സംഭവം നടത്തിയിരിക്കുന്നത്. ഈ എൻ്റെ ഭാര്യ കുട്ടീൻ്റെ കയ്യിൽ അവർ മോളിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ആ ഭാര്യനെ കുത്തിയത് കുട്ടിയുടെ കയ്യിലാണ് കൊണ്ടിരിക്കുന്നത്. കുട്ടീൻ്റെ കയ്യിൽ കൊണ്ട് കുട്ടിയുടെ കൈ നല്ല മുറിയായിട്ടുണ്ട്. അവർ വികദാസ് ഹോസ്പിറ്റലിലുള്ളത്. ആ കുട്ടീൻ്റെ കുട്ടിയുടെ അമ്മയും അവിടെയാണുള്ളത്. ഇത് സംഭവം ഒരു 11 മണിക്ക് കഴിഞ്ഞ് എനിക്ക് ഒരു 12 മണിക്കാണ് കോൾ വന്നത്. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കുട്ടി കുത്തുകൊണ്ടപ്പോൾ നേരെ റോഡിലേക്ക് ഇറങ്ങി ഓടി റോഡിലുള്ള ആൾക്കാരോട് പറഞ്ഞു ഇന്നെങ്ങനെ കുത്താൻ വരുന്നുണ്ട്, കൊല്ലാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ വലിയ വരവ് കണ്ടപ്പോൾ ഒരു ഓട്ടോറിക്ഷയുടെ ബാക്കിൽ മാറ്റി ഈ കുട്ടീനെയും തള്ളനെ. പിന്നെ ചോദിച്ചു ഇങ്ങോട്ട് ഒരു കുട്ടിയും തള്ളയും വന്നിരുന്നു. ഞങ്ങളുടെ പോയി വെച്ചപ്പോൾ അവർ ചെക്കന്മാർ അവനെ ഇവിടെ ഒന്നുമില്ല പറഞ്ഞിട്ട് അവനെ മാറ്റി നിർത്തി. അങ്ങനെയാണ് ഈ കുട്ടി പറഞ്ഞത് എൻ്റെ മാനയും കുട്ടി കൊണ്ടുപോകും വീട്ടിൻ്റെ ഉള്ളിൽ പറഞ്ഞു. അപ്പോഴത്തേന് പിന്നെ ഇതറിഞ്ഞപ്പോൾ നേരെ ഓടി രക്ഷപ്പെട്ടു. പള്ളി തൊടുവിൽ അവിടെയൊക്കെ ആയിരുന്നു. അവിടെ ഈ ഒറ്റപ്പാലം മുഴുവൻ പോലീസും
ഇവിടെയുള്ള കുട്ടികളൊക്കെ അന്വേഷിച്ചു, എവിടെയും കണ്ടില്ല. പിന്നെ 4 മണിക്ക് 4:10 പിന്നെ അവനെ പള്ളിത്തോടിലോട്ട് പിടിച്ചത്. പ്രതി ലഹരി കേസുകളിൽ പ്രതിയാണെന്നും ലഹരി ഉപയോഗിച്ചാണ് കൃത്യം നടത്തിയതെന്നും സംശയിക്കുന്നതായി സ്ഥലത്തെത്തിയ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഇന്നലെ ഏകദേശം 11 മണിക്കാണ് സംഭവമുള്ളത്. ഇതിലെ ഒരു പ്രതി മുഹമ്മദ് റാഫിയാണ് പേരുള്ളത്. ഇയാൾ ഇങ്ങോട്ട് വന്നു. 2 ആളുകൾ ഇവിടെ, ഇത് പ്രായമായിട്ടുള്ള 2 ആളുകൾ, അതിൻ്റെ ഒപ്പം ഒരു സ്ത്രീ, പിന്നെ ഒരു കുട്ടി, 4 പേര് മൊത്തം ഈ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇയാൾ കത്തിക്കൊണ്ട് ആക്രമിച്ചു. നാസിർ പിന്നെ സൂറ ആണ് 2 ആളുകൾ ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നത്. നാസിറിൻ്റെ ഒരു 68 വയസ്സാണ് ഏകദേശം ഉള്ളത്. സൂറ 56 ഇയേഴ്സ് ഓൾഡ് അപ്രോക്സിമേറ്റ്ലി. പിന്നെ മുഹമ്മദ് ഇഷാൻ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് പരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സംഭവത്തിന് ശേഷം ഇയാൾ ഓടിപ്പോയി. നമ്മുടെ പോലീസ് പാർട്ടി പിന്നെ കുറച്ച് ലോക്കൽസിൻ്റെ സഹായത്തോടെ ഏകദേശം 4 മണിക്ക് അപ്രോക്സിമേറ്റ്ലി ഇയാൾക്ക് ഞങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. അപ്പോൾ ഇയാളുടെ കയ്യിൽ കുറച്ച് മുറിവ് കൂടി ഉണ്ടായിരുന്നു. ഒരു സൂസൈഡ് അറ്റംപ്റ്റ് പോലെയാണ് തോന്നുന്നത്. ഇയാൾ ഈ കുട്ടീൻ്റെ ഉപ്പാണ്. ഒരു ഫാമിലി പ്രശ്നമാണ് നമുക്ക് പ്രാഥമികമായിട്ട് അന്വേഷണത്തിൽ മനസ്സിലായത്. ഇപ്പോൾ ബോഡീൻ്റെ ഇൻക്വസ്റ്റാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. പ്രതി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. പ്രതിൻ്റെ അറസ്റ്റിൻ്റെ കാര്യം, പിന്നെ റിമാൻഡിൻ്റെ കാര്യം, മറ്റ് സയൻറ്റിഫിക് അന്വേഷണത്തിൻ്റെ കാര്യം ഇപ്പോൾ കണ്ടിന്യൂ. മുമ്പും പല കേസുകളിലും പ്രതിയായിരുന്നു എന്നുള്ളത് കുറച്ച് കേസുകളുണ്ട്. NDPS അടക്കമുള്ള കേസുകളാണ് നമുക്ക് മനസ്സിലായത്. പക്ഷേ നമുക്ക് ഇപ്പോൾ സിസ്റ്റം നോക്കിയിട്ട് കറക്റ്റ് ഏത് കേസുകളാണ് നമുക്ക് കൺഫേം ചെയ്യുന്നത്. ആരോഗ്യനില എങ്ങനെയാണ്? അറസ്റ്റ് ഉൾപ്പെടെ ഇപ്പോൾ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണ് നമുക്ക് തോന്നുന്നത്. ഇത് നമുക്ക് മനസ്സിലായത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, പക്ഷേ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണ്. ഇയാൾ ഈ ലഹരി ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തുന്നത്. നമുക്ക് അങ്ങനെ ഒരു സംശയമാണ് ഉള്ളത്. പക്ഷേ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ സയൻറ്റിഫിക് പരിശോധന ചെയ്തിട്ട് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അയാളായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കുറച്ച് അങ്ങനെ ലക്ഷണമാണ് തോന്നുന്നത്. കറക്റ്റ് ഉറപ്പായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. സയൻറ്റിഫിക് ചെക്കിങ് ചെയ്തിട്ട് മാത്രമേ ഉറപ്പായിട്ട് പറയാൻ പറ്റൂ. ആയുധങ്ങളായിട്ട് തന്നെ വന്നത് അതോ ഇവിടുന്ന് പെട്ടെന്ന് ഒരു പ്രകോപനം? അത് ഒരു പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലായത് ഒരു കുറച്ച് ആയുധം ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പരിക്ക് നോക്കിയിട്ട് അതിൻ്റെ ഡോക്ടറായിട്ട് സംസാരിച്ചിട്ട് കൊറാബറേഷൻ ചെയ്തിട്ട് മാത്രം കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇയാൾ നേരത്തെ ഇവിടെ എത്തിയിരുന്നു അതോ ഇന്നലെ രാത്രിയാണ് ഇങ്ങോട്ട് വന്നത് നമുക്ക് മനസ്സിലായത്. മുമ്പ് പരാതികൾ നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും. കാരണം ഇത് നമ്മുടെ ഇൻഫർമേഷൻ പ്രകാരം പൊന്നാനി കോടതിയിൽ ചിലപ്പോൾ ഈ കുട്ടീൻ്റെ പൊസഷൻ ബന്ധപ്പെട്ട ഒരു ഡിസ്പ്യൂട്ടാണ്. സെപ്പറേറ്റഡ് ആണ് താമസമുള്ളത്. സോ ഒരു ഫാമിലി ഇഷ്യൂ കൊണ്ടാണ് ഈ സംഭവിച്ചത്. നിലവിൽ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കൊലപാതകത്തിലേക്ക് നയിച്ച കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. സ്ഥലത്ത് ഫോറൻസിക് സംഘവും വിരലടയാളം വിദഗ്ധരും പരിശോധന നടത്തി. ഒറ്റപ്പാലത്ത് ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പൊന്നാനി സ്വദേശി മുഹമ്മദ് റാഫി ലഹരിക്കടിമയെന്നു സംശയം. മുൻപും ഇയാൾ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയാണെന്നതാണ് സംശയം ബലപ്പെടാൻ കാരണം. ഒറ്റപ്പാലത്തെ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി പൊന്നാനി സ്വദേശി മുഹമ്മദ് റാഫി ലഹരിക്കടിമയാണെന്ന സംശയമാണ് ബലപ്പെടുന്നത്. കൊലപാതകം നടക്കുമ്പോൾ ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യത്തിൽ പോലീസിന് ശക്തമായ സംശയമുണ്ട്. മുൻപ് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയാണ് മുഹമ്മദ് റാഫി. ഇതാണ് സംശയം ബലപ്പെടാൻ കാരണം. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് സംസാരിച്ചപ്പോൾ ലഹരി ഉപയോഗിച്ചതിന്റെ ലക്ഷണം കണ്ടതായും പോലീസ് അറിയിച്ചു. എന്നാൽ ഇക്കാര്യം ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുന്നതിനായി ഇയാളുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. നമുക്ക് അങ്ങനെ ഒരു സംശയമാണ് ഉള്ളത്. പക്ഷേ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ സയൻറ്റിഫിക് പരിശോധന ചെയ്തിട്ട് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അയാളായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കുറച്ച് അങ്ങനെ ലക്ഷണമാണ് തോന്നുന്നത്. കറക്റ്റ് ഉറപ്പായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. സയൻറ്റിഫിക് ചെക്കിങ് ചെയ്തിട്ട് മാത്രമേ ഉറപ്പായിട്ട് പറയാൻ പറ്റൂ. ഞായറാഴ്ച അർദ്ധരാത്രിയാണ് തോട്ടക്കര നാലകത്ത് വീട്ടിൽ നസീറിനെയും ഭാര്യ സുഹറയെയും മരുമകൻ മുഹമ്മദ് റാഫി വെട്ടിക്കൊലപ്പെടുത്തിയത്.
എടത്തനാട്ടുകര കാപ്പുപറമ്പിൽ തേനീച്ചക്കൂട്ടത്തിന്റെ ആക്രമണം 7 പേർക്ക് പരിക്കേറ്റു. മാരകമായി കുത്തേറ്റ വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പൊട്ടിയേറ ഭാഗത്തെ തേനീച്ചക്കൂട് നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ. പൊട്ടിയേറ ഭാഗത്തെ പാടശേഖരത്തുള്ള പനിയിൽ നിലയുറപ്പിച്ചിരുന്ന തേനീച്ചകൾ ഞായറാഴ്ച ഉച്ചയോടെ കൂട്ടമായി പ്രദേശത്തേക്ക് ഇരച്ചു കയറുകയായിരുന്നു. വീടിനകത്തും പുറത്തും ഉണ്ടായിരുന്ന ആളുകളെ ഈച്ചകൾ കൂട്ടത്തോടെ ആക്രമിച്ചു. പലരും ജീവഭയം കൊണ്ട് കിലോമീറ്ററുകളോളം ഓടി. വീടിനകത്തുള്ള ആളുകൾ കിടക്കയിൽ പുതപ്പുകൊണ്ട് മൂടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇവർക്കും കുത്തേറ്റു. ഈ സമയത്താണ് ചാച്ചിപ്പാടൻ അബ്ദുസലാം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. വീടിന്റെ മുറ്റത്ത് വെച്ച് സലാമിനും കുത്തേറ്റു. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ പുറകിൽ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഈച്ച 2-3 ഈച്ച പുറകിൽ കൂടി. അങ്ങനെ വന്ന് ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കേറിയപ്പോൾ ഒരുപാട് ഈച്ചകൾ വന്ന് എന്നെ മേലാകെ കുത്തി. കയ്യിലും തലയിലും ചെവിയിലും മൊത്തം കുത്തി. അങ്ങനെ ഇരിക്കെ മക്കൾ വീട്ടിലുണ്ടായിരുന്നു 2 പേര്. മക്കളും ഭാര്യയ്ക്ക് ഓരയും കുത്തി. കാര്യമായിട്ട് കുത്തേറ്റിട്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എടത്തനാട്ടുകര ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇവിടെ അതിൻ്റെ സംവിധാനങ്ങളില്ലായിരുന്നു. ഓക്സിജനും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡോക്ടർ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു 2 ദിവസം കിടക്കണം, അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കട്ടെ, ഇവിടുത്തെ ക്ലിയർ ആയിട്ടില്ല. പിന്നെ ഒക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്തിരിക്കണു. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് 2 ദിവസം കൊണ്ടും കഴിഞ്ഞിട്ട് കാണിക്കാനാണ് പറഞ്ഞത് ഡോക്ടർ. വീട്ടിലുണ്ടായിരുന്ന സലാമിന്റെ ഭാര്യ ഷെറീന, മക്കളായ അസൽ റോഷൻ, അബിൻഷാൻ എന്നിവർക്കും കുത്തേറ്റു. അസൽ റോഷനും അബിൻഷാനും മാരകമായി കുത്തേറ്റതിനെ തുടർന്ന് ഇവരെ ഉടൻ എടത്തനാട്ടുകര സ്വകാര്യ ക്ലിനിക്കിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപ്രതീക്ഷിതമായി കൂട്ടത്തോടെ വന്നുള്ള ആക്രമണമാണ് ഉണ്ടായതെന്ന് അസൽ റോഷൻ പറഞ്ഞു. അങ്ങനെ വീട്ടിലിങ്ങനെ നിൽക്കുന്നു. അതിൽ ഫസ്റ്റ് ഒരു 2 ഈച്ച വന്നു. 2 ഈച്ച വന്ന് അങ്ങനെ പുറത്തോടി. അപ്പോൾ അകത്തു കൂടെയൊക്കെ കയറി ഈച്ച. അതിലങ്ങനെ വന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്തു കൂടി ഓടിയപ്പോൾ എല്ലാതും കൂടി ഞാൻ കുറച്ച് ദൂരം അങ്ങനെ ഓടി. അപ്പോൾ എല്ലാതും വന്ന് കുത്തി. അങ്ങനെ വീട്ടിൽ കയറി വാതിലടച്ചിരുന്നു. പിന്നെ എല്ലാതും പാടെ വന്ന് കുത്തി. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. ടാപ്പിംഗ് തൊഴിലാളിയായ അബ്ദുസലാമിന് ഒരാഴ്ചത്തെ വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. തേനീച്ചകളെ ഭയന്ന് ബന്ധുവീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് സലാമും കുടുംബവും. കവടയോട്ടിൽ ഉമ്മർ, പാലത്തുംപടിയൻ അബു, തോണിക്കര മൈന എന്നിവർക്കും കുത്തേറ്റിരുന്നു. നിരവധി വീടുകളുള്ള ഭാഗത്താണ് തേനീച്ചകൾ കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവയെ നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവണമെന്ന് വാർഡംഗം സാനിർ മണലടി പറഞ്ഞു. ഒരു 10-22 വീടോളം അവിടെ ഉണ്ട്. ഈ 22 വീടിൻ്റെ കൂട്ടത്തിൽ തൊട്ടപ്പുറത്ത് തോടുകാട് എന്ന പ്രദേശത്ത് അവിടെ ഒരു 10-30ഓളം വീടുണ്ട്. അവിടുന്ന് വരുന്ന ആളുകൾ നടന്നു വരുന്ന വഴിയൊക്കെയാണ്. അവിടെയാണ് ഇപ്പോൾ ഈച്ച സ്ഥിരമായിട്ട് അവിടെ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇങ്ങനെ ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വീട്ടിലൊക്കെ കയറി ആളുകളെ ഉപദ്രവിക്കുക അടക്കം സംഭവിച്ചത്. ഇപ്പോൾ ഇവർക്ക് ഇപ്പോൾ നിലവിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇവിടെ എടത്തനാട്ടുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം അവിടുന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടുന്ന് ഇപ്പോൾ റെഡി ആയിട്ട് ഇപ്പോൾ അവർ വന്നത് ഇപ്പോൾ അവരുടെ കുടുംബത്തിലുള്ള വീട്ടിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം അവിടേക്ക് പോകാൻ അവർക്ക് പേടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈച്ച കുത്തിയ കാരണം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിലവിൽ അവിടെ ആളുകൾ സഞ്ചരിക്കുന്ന മേഖലയാണ്. അപ്പോൾ വേറെയും കുറേ ആളുകളെ ഈച്ച ഉപദ്രവിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു 7ഓളം ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ട്. വിഷയം വനം വകുപ്പിനെ അറിയിച്ചിരുന്നു. ആശുപത്രി ചിലവും മറ്റു സഹായങ്ങളും ചെയ്യാമെന്ന് വനം വകുപ്പ് അറിയിച്ചതായി പൊതുപ്രവർത്തകനായ ഒ ഷിഹാബ് പറഞ്ഞു. ആ കൂട് കുറച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിരുന്നു. എന്നിട്ടും ഇന്ന് രാവിലെയും പല ആൾക്കാരും അവിടെ കുത്തും, അവിടെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫോറസ്റ്റ് അധികാരികൾ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്ന് അത് പെട്ടെന്ന് അതിൻ്റെ നടപടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രത്യേകിച്ച് ആറാട്ടിക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റ് അതിൻ്റെ നഷ്ടം കൊടുക്കാമെന്നും അതിൻ്റെ അക്ഷയ വഴി മുഖാന്തരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വീട് മാറിപ്പാർക്കാണ്. അപ്പോൾ ഫോറസ്റ്റ് അധികാരികൾ പെട്ടെന്ന് ഇന്നിപ്പോൾ ഞങ്ങൾ മെമ്പറും ഞങ്ങളൊക്കെ പാടെ വിളിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഈ സമയത്ത് ഇവിടെ തേനീച്ചകൾ എത്താറുണ്ട്. ആളുകളിൽ നിന്നും യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ആക്രമണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മണ്ണാർക്കാട്ടെ UDF സ്ഥാനാർത്ഥി ഇത്തവണ മണ്ണാർക്കാട്ടുകാരൻ തന്നെയാവണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ. 2011 മണ്ണാർക്കാട്ടെ പ്രത്യേക സാഹചര്യത്തിലാണ് മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള N ഷംസുദ്ദീനെ UDF സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത്. മണ്ണാർക്കാട് നിന്ന് തുടർച്ചയായി 3 തവണ MLA ആയ അദ്ദേഹം മാറണമെന്നും മണ്ണാർക്കാട്ടുകാരനായി ഒരാളെ പരിഗണിക്കണമെന്നുമാണ് ആവശ്യം. അലനല്ലൂരിൽ നടന്ന നേതൃക്യാമ്പിൽ മണ്ണാർക്കാട്ടുകാരൻ സ്ഥാനാർത്ഥിയാവണമെന്ന് തീരുമാനിച്ചതാണ്. അതില്ലെന്ന മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായന്റെ വാദം ശരിയല്ല.
മിനിറ്റ്സിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കല്ലടി അബൂബക്കർ പറഞ്ഞു. അതിൽ ഞങ്ങൾ വ്യക്തിപരമായി അല്ല, പൊതുവെ പുറത്തുള്ള ഒരു സംസാരം അങ്ങനെ ഉണ്ട്. പക്ഷെ അത് പാർട്ടി എടുത്ത തീരുമാനമൊന്നുമല്ല. പാർട്ടി എടുത്ത തീരുമാനം ശംസുദ്ദീൻ എന്നൊരു MLA, നിലവിലുള്ള MLAക്ക് എതിരല്ല. മണ്ണാർക്കാട്ടുകാർക്ക് ഒരു അടുത്ത പ്രാവശ്യം നിൽക്കണമെന്ന് പാർട്ടി നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ മിനിറ്റ്സ് അവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന. ഒരു ക്യാമ്പിലാണ് അത്. ഇന്നത്തെ ഈ വിഷയത്തിലേക്ക് വേണ്ടി എടുത്തു വെച്ചൊന്നുമല്ല. അന്ന് അവിടെ വെച്ചൊരു തീരുമാനം ഇങ്ങനെ പറഞ്ഞു, നെക്സ്റ്റ് ടൈം നമുക്ക് മണ്ണാർക്കാട് ആരെങ്കിലും ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തീരുമാനം നടപ്പിലാവോ? ആ തീരുമാനം നടപ്പിലാവുമെന്ന് വെച്ചാൽ അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അതിനോടൊന്നും പാർട്ടി മീൻസ് സംസ്ഥാന നേതാക്കൾ. അപ്പൊ നിലവിൽ മണ്ണാർക്കാടുകാർ വേണം അങ്ങനെ ഒരു തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ട്. ഇല്ല എന്നിപ്പോൾ ആര് പറഞ്ഞാലും അത് നടന്നതാണ്. അത് ആ ക്യാമ്പിൽ സംബന്ധിച്ച എല്ലാവർക്കും അറിയാം. പിന്നെ അതൊരു പരസ്യമായിക്കൊരു വെല്ലുവിളിയോ അല്ലെങ്കിൽ അങ്ങനെ നടന്നിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. ഞാനിപ്പോൾ ആ സമയത്ത് അറിയുന്ന കാര്യമാണ്. ഏകദേശം ഒരു 6-7 മാസമായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 6-7 മാസമായി കാണും. അങ്ങനെ അന്ന് അവിടുന്ന് അങ്ങനെ ഒരു തീരുമാനം അത് പറഞ്ഞ് ഇന്നത്തെ ഈ ചുറ്റുപാട് വെച്ചല്ല സംസാരിച്ചത്. ഇനി നമുക്ക് മണ്ണാർക്കാട് നിന്ന് ആരെങ്കിലും ഒരാളായിരിക്കണം മത്സരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് സംസാരിച്ചത്. അപ്പം അങ്ങനെ മണ്ണാർക്കാട് ഒരു സ്ഥാനാർത്ഥി തീരുമാനിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് മണ്ണാർക്കാട് തന്നെ തമ്മിൽ കലഹമില്ലാതെ ഒരു ഒറ്റപ്പേരിലേക്ക് എത്തുമോ? അത് ഒരു സാധാരണ വാർഡ് ഇലക്ഷനിൽ പോലും 2-3 ആളുകളെ പേര് വരാറുണ്ടല്ലോ. ഒരു വാർഡിൽ 2-3 ആളുകളെ പേര് വരും. അത് പഞ്ചായത്ത് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് ആരാണ് നല്ലത് അവിടെ എന്ന് നോക്കി അവിടെ തീരുമാനിക്കും. അവിടുന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞില്ലെങ്കിൽ ജില്ലയിൽ പോകും. അപ്പോൾ കോട്ടോപ്പാടത്ത് തന്നെ പണ്ടൊരു പ്രാവശ്യം ഒരു വാർഡിൻ്റെ തീരുമാനം സ്റ്റേറ്റിൽ നിന്ന് വെച്ചിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അത് ഞങ്ങളെ സംബന്ധിച്ച് അതിന് വേറെ പാർലമെൻ്ററി ബോർഡൊന്നുമില്ല. ഞങ്ങളെ മേലെ പാണക്കാട് നിന്നൊരു തീരുമാനം വന്നാൽ തന്നെയാണ് തീരുമാനം. പാണക്കാട് അന്വേഷിച്ചിട്ടേ ചെയ്യുള്ളൂ. പക്ഷെ ആ തീരുമാനം ശിരസ വഹിക്കുന്ന സ്വഭാവമാണ് മുസ്ലിം ലീഗ്. കുമരമ്പത്തൂർ കാരാപ്പാടം കുരുത്തിച്ചാൽ പ്രദേശത്ത് പട്ടാപ്പകൽ റബ്ബർ ഷീറ്റ് മോഷണം. 50 കിലോ റബ്ബർ മോഷണം പോയി. പ്രദേശത്ത് മോഷണം പതിവെന്ന് നാട്ടുകാർ. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മറ്റത്ത് സണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിലെ പുകപ്പുരയുടെ വാതിൽ പൊളിച്ച് മോഷ്ടാക്കൾ അകത്തു കടന്നത്. പുകപ്പുരയിൽ ഉണക്കാനിട്ടിരുന്നതായിരുന്നു ഷീറ്റ്. ടാപ്പിംഗ് കഴിഞ്ഞ് തൊഴിലാളി പോയതിനു ശേഷം ഷീറ്റ് അടിക്കാൻ മറ്റൊരാൾ സണ്ണിയുടെ റബ്ബർ തോട്ടത്തിലേക്ക് വന്നപ്പോഴാണ് വാതിൽ തകർത്ത നിലയിൽ കണ്ടത്. വിവരമറിഞ്ഞ സണ്ണി സ്ഥലത്തെത്തിയപ്പോഴാണ് റബ്ബർ ഷീറ്റ് മോഷണം പോയതറിഞ്ഞത്. പുകപ്പുരയിൽ സൂക്ഷിച്ചിരുന്ന കാടുവെട്ട് മെഷീൻ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള മറ്റു ഉപകരണങ്ങളൊന്നും നഷ്ടമായിട്ടില്ല. പ്രദേശത്ത് കാർഷികോൽപ്പന്നങ്ങൾ മോഷണം പോകുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഏകദേശം ഒരു 60 ഷീറ്റ് പോയിട്ടുണ്ടാവും. ഇതാണ് സംഭവം. ഉച്ചയ്ക്ക് ടാപ്പിങ്ങുകാരൻ പോകുന്നത് നോക്കി ഇവിടെ അടുത്ത് ഒളിച്ചു നിന്നിട്ട് ഇവൻ പോയപ്പോൾ പെട്ടെന്ന് കയറി ചെറിയൊരു ഇടി, ഫൈബർ വാതിലാണല്ലോ, അതിലൊരു ചെറിയ ഇടി കൊടുത്ത് അത് പൊളിച്ചിട്ട് ഉള്ളിൽ കയറി എടുത്തിട്ട് പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം വേറെ ആൾ ഷീറ്റ് അടിക്കാൻ ഇവിടെ വന്നപ്പം ഷീറ്റ് പോയത് പുള്ളിയും കണ്ടിട്ടില്ല. വാതിൽ തുറന്നിട്ടിരിക്കുന്നതായിട്ട് പറഞ്ഞു. വാതിൽ ഞാൻ വന്ന് നോക്കിയപ്പോൾ വാതിൽ പൊട്ടിയിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് ഈ കാടുവെട്ട് മെഷീന്, ആസിഡ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊന്നും പോയിട്ടുള്ള ഒരു അനക്കവും ഇല്ല. അപ്പോൾ ഞാൻ പിന്നെ ഷീറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കിയില്ല. പിറ്റേ ദിവസം രാവിലെ പുതിയ ഷീറ്റ് ഉണക്കാൻ ഇടാൻ കയറി ഇതിൻ്റെ ചാക്കൊക്കെ മാറ്റി നോക്കുമ്പോഴാണ് മോഷണം പോയത് അറിയുന്നത്. അങ്ങനെയാണ് സംഭവം. എത്ര പോയിരുന്നു? ഏകദേശം ഒരു 60 ഷീറ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഉണങ്ങിയതും ഉണങ്ങാത്തതും എല്ലാം കൂടെ എടുത്തിരിക്കുന്നത്. PK ശശിയുടെ അനുഭവമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ഒതുക്കാൻ നീക്കമെന്ന ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് CITU ഡിവിഷൻ സെക്രട്ടറി M. അവറ CPM കോട്ടോപ്പാടം ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു. രാജിക്കത്ത് പാർട്ടി നേതൃത്വത്തിന് കൈമാറി. CITU ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറിയായ അവറയെ CITUവിൽ നിന്ന് ഒഴിവാക്കാൻ ഏരിയ കമ്മിറ്റി നിർദ്ദേശം നൽകിയതായാണ് വിവരം. ഇതിലുള്ള പ്രതിഷേധം കൂടിയാണ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള രാജി. അവറയ്ക്ക് പുറമെ ഡിവിഷൻ പ്രസിഡന്റ് KP മസൂദിനെയും തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ ഏരിയ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. PK ശശിയുടെ അനുഭവമുണ്ടെന്ന കാരണം പറഞ്ഞ് CITUവിന്റെ പല പരിപാടികളിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്ന നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നത്.
50 വർഷമായി പാർട്ടി അംഗവും 36 വർഷമായി ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് അവറ. പാർട്ടി നേതൃത്വത്തിന്റെ അവഗണനയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അവറയെ എത്തിച്ചതെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം PK ശശിയോട് അനുഭാവമുള്ളവരെ തിരഞ്ഞുപിടിച്ച് നടപടിയെടുക്കാൻ നീക്കം നടക്കുന്നതായും പ്രവർത്തകർ പറയുന്നു. അവറയുടെ വാർഡായ നായാടിക്കുന്നിൽ പരമ്പരാഗതമായി CPM ആണ് ജയിക്കാറ്. എന്നാൽ ഇത്തവണ CPM പരാജയപ്പെട്ടതിന് ഉത്തരവാദി അവറയാണെന്നാണ് അവറയ്ക്കെതിരെ പാർട്ടി നേതൃത്വം ഉയർത്തുന്ന ആരോപണം. കോട്ടോപ്പാടത്ത് കൂടുതൽ ശശി അനുകൂലികൾക്കെതിരെ നടപടി വരുമെന്നാണ് അറിയുന്നത്. പട്ടാമ്പിയിൽ അഴുക്കുചാലുകളിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തള്ളിവിടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതായി മുന്നറിയിപ്പ്. സമീപത്തെ കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമായതായുള്ള പരിശോധനാ ഫലവും പുറത്തുവന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. പട്ടാമ്പിയിലെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന അഴുക്കുചാൽ നവീകരണത്തിനിടെയാണ് അഴുക്കുചാലിൽ വലിയ തോതിൽ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കെട്ടിനിൽക്കുന്നതായി കണ്ടെത്തിയത്. പോലീസ് സ്റ്റേഷന് സമീപത്തെ ചാലിൽ മലിനജലം കെട്ടിനിൽക്കുന്നതും കണ്ടെത്തിയിരുന്നു. അഴുക്കുചാൽ അടഞ്ഞ് മലിനജലം കെട്ടിനിൽക്കുന്നത് സമീപത്തെ കിണറുകളിലെ വെള്ളത്തെയും വലിയ തോതിലാണ് ബാധിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലെ കിണറിലെ വെള്ളം തീർത്തും ഉപയോഗശൂന്യമായി മാറിക്കഴിഞ്ഞു. വെള്ളത്തിന് കളർ വ്യത്യാസം തോന്നിയതോടെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് അനിയന്ത്രിതമായ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. സമീപത്തെ വീടുകളിലെ കിണറുകളിലും സമാനമായ സാഹചര്യം ഉണ്ടാകാമെന്നാണ് കണക്കുകൂട്ടൽ. നിരന്തരമായി മലിനജലം അഴുക്കുചാലിലേക്ക് തുറന്നുവിടുകയും ഇത് ചാലിൽ കെട്ടിനിൽക്കുകയും ചെയ്യുന്നതും പതിവാണ്. പരാതികൾ വരുമ്പോൾ മാത്രമാണ് അധികൃതർ പരിശോധനയുമായി രംഗത്തിറങ്ങുന്നത്. പിന്നീടെല്ലാം പഴയപടി തന്നെയാകും. പ്രദേശത്തെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കിണറുകളിലെ വെള്ളവും ഇത്തരത്തിൽ മലിനമായിട്ടുണ്ടാകാം എന്നാണ് വിലയിരുത്തൽ. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് പട്ടാമ്പി നഗരത്തിൽ ഈ ദുരവസ്ഥ. ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നഗരസഭ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രി JCB ഉപയോഗിച്ച് ചാലുകൾ കീറിയുള്ള പരിശോധനയും ആരംഭിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന 1ാമത് പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കലാശപ്പോര് ചൊവ്വാഴ്ച. സമാപന ചടങ്ങിന് ആവേശം പകരാൻ സ്പോർട്സ് കമാൻഡർ ഷൈജു ദാമോദരനെത്തും. സമാപന ചടങ്ങിൽ കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കലാശപ്പോര് ചൊവ്വാഴ്ച രാത്രി 9 മണിക്ക് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. വാശിയേറിയൊരു ഫൈനൽ മത്സരമാണ് കാൽപന്ത് കളി സ്നേഹികൾ പ്രതീക്ഷിക്കുന്നത്. ഫൈനൽ മത്സരത്തിന് ഹരം പകർന്ന രാത്രി 8 മണിയോടെ വർണ്ണാഭമായ കലാസാംസ്കാരിക പരിപാടികൾ ആരംഭിക്കും. ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം പടർത്താൻ പ്രമുഖ സ്പോർട്സ് കമന്റേറ്റർ ഷൈജു ദാമോദരൻ മുഖ്യാതിഥിയായി സമാപന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷൈജു ദാമോദരനാണ്. പെരിന്തൽമണ്ണയിലെ പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ഗ്രാൻഡ് ഫിനാലെ ജനുവരി 20 ചൊവ്വാഴ്ച വൈകിട്ട് നടക്കുകയാണ്. പ്രീമിയർ കപ്പിന്റെ ഗ്രാൻഡ് ഫിനാലെ ഗംഭീരമാക്കാൻ, കളറാക്കാൻ ഞാനും ജനുവരി 20 പെരിന്തൽമണ്ണ നെഹ്റു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലുണ്ടാകും. ഞെട്ടിക്കൽ ബിരിയാണി പെരിന്തൽമണ്ണയിലല്ലേ, നമുക്കൊരു ഞെട്ടിക്കൽ ഫൈനൽ തന്നെ ആക്കി കളയാം. This is Shaiju Damodaran wishing all the very best. See you all there in Perindalmanna. 20-ാം തീയതിയാണ് നമ്മുടെ ഫൈനൽ മത്സരം നടക്കുന്നത്. ഫൈനൽ മത്സരം ഗംഭീരമാക്കുന്നതിന്, അതായത് പെരിന്തൽമണ്ണ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ രൂപത്തിലുള്ള ഏറ്റവും ഗംഭീരമായ പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. സാംസ്കാരിക പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ട്, അതുപോലെ തന്നെ കമൻട്രി രംഗത്ത് പ്രസിദ്ധനായ ഷൈജു ദാമോദരനടക്കം നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടന സെഷനിലേക്ക് വരികയാണ്. 20-ാം തീയതി വളരെ ഗംഭീരമായ രൂപത്തിലുള്ള ഒരു ഉദ്ഘാടന പരിപാടി കൂടി പെരിന്തൽമണ്ണക്കാർക്കായി നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ല രൂപത്തിലുള്ള 2 ടീമുകൾ തന്നെയാണ് ഈ സെവൻസ് ഫുട്ബോൾ രംഗത്തെ നിലവിൽ ഏറ്റവും ലീഡിംഗ് ടീമായ അൽമദീന ചെർപ്പളശ്ശേരി ഓൾറെഡി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ബെർത്ത് നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് മത്സരിക്കുന്ന സബാൻ കോട്ടക്കലും മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോയുമുള്ള മത്സരത്തിൽ നിന്ന് വിജയിക്കുന്ന, നിലവിൽ 3 പോയിന്റോടെ മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം ഇന്ന് മലപ്പുറം ജയിക്കുകയാണെങ്കിൽ അവർക്ക് ഫൈനൽ ബർത്ത് ഉറപ്പിക്കാം. അത് സബാൻ കോട്ടക്കലാണ് വിജയിക്കുന്നതെങ്കിൽ അവർക്ക് 3 പോയിന്റ് ആവും. അങ്ങനെ വന്നാൽ ടൈ ബ്രേക്കറിലൂടെ വിജയികളെ കണ്ടെത്തുന്നതാണ്. ശക്തരായ അൽമദീന ചെർപ്പളശ്ശേരിയാണ് ഫൈനൽ മത്സരത്തിന് യോഗ്യത നേടിയ ഒരു ടീം. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും സബാൻ കോട്ടക്കലും തമ്മിൽ തിങ്കളാഴ്ച രാത്രി നടക്കുന്ന സെമി ഫൈനൽ മത്സരത്തിലെ വിജയികൾ
അൽമദീന ചെറുപ്പശ്ശേരിയുമായി ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുമെന്ന് പ്രീമിയർ ക്ലബ്ബ് ഭാരവാഹികളും സംഘാടകരും അറിയിച്ചു. ഒന്നാമത് പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞ 22 ദിവസമായിട്ട് നടക്കുകയാണ്. നാളെ 23ാമത്തെ ദിവസം ഫൈനൽ മത്സരം നടക്കുകയാണ്. ആ ഫൈനൽ മത്സരത്തിന് അൽമദീന ചെറുപ്പശ്ശേരിയാണ് ഒന്ന് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഇന്ന് ജയിക്കുന്ന മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും സബാൻ കോട്ടക്കലും തമ്മിലുള്ള മത്സരത്തിൽ ജയിക്കുന്ന ടീമുകൾ അത് നാളെ ഫൈനലുണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ല ഒരു ഫൈനൽ കാഴ്ചവെക്കണമെന്നാണ് കാഴ്ചവെക്കും എന്നാണ് സംഘാടകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ 26-ന് ആരംഭിച്ച പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ 22 ടീമുകൾ മത്സരിച്ചു. സെവൻസ് ഫുട്ബോൾ മൈതാനങ്ങളിലെ പ്രമുഖ ടീമുകളാണ് ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. വള്ളുവനാടിന്റെ സാഹിത്യകാരി രാജ്യലക്ഷ്മിയെ ജന്മനാട് അനുസ്മരിച്ചു. രാജ്യലക്ഷ്മി അകാലത്തിൽ വിട പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ജ്ഞാനപീഠം ലഭിക്കുമായിരുന്നുവെന്ന് രാജ്യലക്ഷ്മി സാഹിത്യ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് കുന്നുംപുറം രാധാകൃഷ്ണൻ പറഞ്ഞു. രാജലക്ഷ്മി അനുസ്മരണ സമിതിയും മലബാർ സൗഹൃദ വേദിയുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെറുപ്പളശ്ശേരി ശബരി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും ഡോക്ടർ കെ അജിത് മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ ലോകത്തേക്ക് സംഭാവനയായിട്ട് ലഭിച്ചിരിക്കുന്നത്, എന്നിരുന്നാൽ പോലും ആ സാഹിത്യ സൃഷ്ടികളുടെ മഹത്വം, അതിൻ്റെ വില ഒരു പക്ഷേ നമുക്കൊന്നും സങ്കല്പിക്കാനാകാത്ത തരത്തിലുള്ളതാണ് എന്നതാണ് കാര്യം. വളരെ സ്വല്പം കുറച്ച് നോവലുകൾ, കവിതകൾ, ആത്മകഥ, അങ്ങനെയൊക്കെ ചുരുക്കം ചില കൃതികൾ, ഉച്ചവെയിലും ഇളംനിലാവും, മകൾ, അതുപോലെ തന്നെ ഒരു നിഴലും കുറെ വഴികളും തുടങ്ങിയ നോവലുകൾ അവരുടേതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഡോക്ടർ അമൃതം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. KR രവി, മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, ബിജുമോൻ പതിരുകുലം, K ബാലകൃഷ്ണൻ, P ശ്രീകുമാർ, ശാലിനി മുരളി, വിജയൻ കാടാങ്കോട്, സുഭാഷ് തോടയം, ഗോപൻ എഴക്കാട്, രാജലക്ഷ്മി സാഹിത്യ പുരസ്കാരം നേടിയ രാധാകൃഷ്ണൻ കുന്നുംപുറം, സാജൻ തൂത, ദിനേശൻ എഴുവന്തല, NK മുസ്തഫ, മുരളിറാം, കവയത്രി പ്രീതി ഗോപാൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ മായ സാജൻ, ഭഗത് ഉണ്ണികൃഷ്ണൻ, PTP സ്മാരക ആഗോള ബാലശാസ്ത്ര പ്രതിഭകളായ അനന്യ TK, മയൂരി എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി. ശബരി ഗ്രൂപ്പിലെ സംഘാടകർ നെല്ലായ പെങ്ങാട്ടിരിയിൽ നടന്ന വീൽചെയർ ഫസ്റ്റ് ഭിന്നശേഷി സൗഹൃദ സംഗമം ശ്രദ്ധേയമായി. ഭിന്നശേഷിക്കാരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 300ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. ചക്രകസേരയിൽ ജീവിതം തള്ളി നീക്കേണ്ടവരല്ല തങ്ങളെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയാണ് 9ാമത് വീൽചെയർ ഫെസ്റ്റ് സൗഹൃദ സംഗമം നെല്ലായ പേങ്ങാട്ടിരിയിൽ നടന്നത്. വേദനകളും ശാരീരിക പരിമിതികളുമെല്ലാം മറന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 300ഓളം ഭിന്നശേഷിക്കാരും കുടുംബാംഗങ്ങളുമാണ് ഒരു പകൽ നീണ്ടുനിന്ന പരിപാടിയിൽ പങ്കെടുത്തത്. വേദനകളെല്ലാം മറന്ന് ആട്ടവും പാട്ടുമായി അവർ ആ ദിനം ആഘോഷമാക്കി.
രാവിലെ 9 മണിക്ക് ആരംഭിച്ച പരിപാടി വൈകിട്ട് 5 വരെ തുടർന്നു. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ജീവകാരുണ്യ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. കല്ലടിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സമന്വയ കലാ സാംസ്കാരിക വേദി പാട്ടുത്സവം സംഘടിപ്പിച്ചു. ഗസൽ ഗായികയും അഭിനേത്രിയുമായ സുനിത നെടുങ്ങാടി ഉദ്ഘാടനം നിർവഹിച്ചു. മത്സരങ്ങളിൽ വിജയിയായോ എന്നത് പ്രധാനമല്ല, നിലനിർത്തേണ്ടത് സ്വപ്നങ്ങളാണ്. കലയിൽ നാം സമർപ്പിതരാകുമ്പോൾ മറ്റുള്ളവർക്കും അത് ആസ്വാദ്യകരമാവുമെന്ന് സുനിത നെടുങ്ങാടി പറഞ്ഞു. പുരസ്കാരത്തിന് വേണ്ടിയിട്ടല്ല, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. മറ്റുള്ളവർ തീർച്ചയായും ജഡ്ജസിന് അവരുടേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ അതല്ല, നമ്മളുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആ മാനദണ്ഡത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല നമ്മളുടെ പെർഫോമൻസും നമ്മുടെ കലയും. നമ്മൾക്കിപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടേണ്ടത് നമ്മുടെ പെർഫോമൻസിന് ഒരു ഭാഗ്യം, ഒരു ദൈവികത ഒക്കെ ഒരു നിമിഷത്തിൽ വന്നു ഭവിക്കുമ്പോഴാണ് നമ്മൾക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ കിട്ടുന്നത്. യേശുദാസിനെ അടക്കം ആകാശവാണിയിൽ ശബ്ദം നല്ലതല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നിങ്ങളുടെ 100% ഇടുക, നിങ്ങൾ പാടുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യാം. അപ്പോൾ നാച്ചുറലി മറ്റുള്ളവരും എൻജോയ് ചെയ്യും. പാട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മികച്ച ഗായകരെ കണ്ടെത്തുന്നതിനുമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആർക്കും പാടാം, പുരസ്കാരം നേടാം എന്ന പ്രമേയത്തിൽ ഗായകർ ഇഷ്ടപ്പെട്ട മലയാള സിനിമാ ഗാനങ്ങൾ കരോക്കെ സഹായത്തോടെ അവതരിപ്പിക്കുന്നതായിരുന്നു ആദ്യ റൗണ്ട്. മത്സരത്തിൽ 70-ലേറെ ഗായകർ പങ്കെടുത്തു. രണ്ടാം റൗണ്ട് മത്സരം ഈ വരുന്ന 31-ന് നടക്കും. സമന്വയ പ്രസിഡന്റ് CK ജയശ്രീ അധ്യക്ഷയായി. സെക്രട്ടറി VP ജയരാജൻ ആമുഖ ഭാഷണം നടത്തി. PS രാമചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ, K കോമളകുമാരി എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം നഗരസഭയിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൈഡ് വീലോട് കൂടിയ സ്കൂട്ടർ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. ഒറ്റപ്പാലം നഗരസഭയുടെ ജനകീയാസൂത്രണം 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സൈഡ് വീലോട് കൂടിയ സ്കൂട്ടർ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിതരണം ചെയ്തത്. അർഹരായ 2 പേർക്ക് നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ സ്കൂട്ടറുകൾ നൽകി. 2024-2025 സാമ്പത്തിക വർഷത്തിൽ ഉള്ള പദ്ധതിയാണ് ഈ സൈഡ് വീലോട് കൂടിയ സ്കൂട്ടർ എന്ന പദ്ധതി. അതിൽ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേരെ സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എന്തെങ്കിലും ഒരു ജോലിക്കുള്ള ഉപാധി എന്ന ലെവലിലാണ് ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ തുടർന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താനായി നമ്മുടെ ഭരണസമിതി തയ്യാറെടുക്കുന്നതാണെന്ന് അറിയിച്ചു. വൈസ് ചെയർമാൻ K രാജേഷ് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ സുനീറ മുജീബ്, T സബിത, ആറു മണികണ്ഠൻ, കൗൺസിലർമാരായ PV സായി കിരൺ, TK ഗീതിക, ICDS സൂപ്പർവൈസർ MP ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ചരിത്ര നേട്ടം. സ്കൂളിൽ നിന്നും കലോത്സവത്തിൽ പങ്കെടുത്ത 11 കുട്ടികൾ A ഗ്രേഡ് കരസ്ഥമാക്കി. പങ്കെടുത്ത കുട്ടികൾക്ക് സ്വീകരണവും ഒരുക്കിയിരുന്നു. തൃശൂരിൽ നടന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലാമേളയിൽ കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രദ്ധേയമായ നേട്ടമാണ് കൈവരിച്ചത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 9 വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 2 വിദ്യാർത്ഥികളും സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തു. എല്ലാവരും A ഗ്രേഡും നേടി. ഹൈസ്കൂൾ വിഭാഗം ദേശഭക്തിഗാനം, ഹിന്ദി കവിതാരചന, സംസ്കൃതം ഗാനാലാപനം എന്നീ ഇനങ്ങളിലും
ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സംസ്കൃതം കവിതാരചന, കാവ്യകേളി എന്നീ ഇനങ്ങളിലുമാണ് പങ്കെടുത്തത്. സംസ്കൃതം ഗാനാലാപനത്തിൽ അനശ്വര സുരേഷ്, ഹിന്ദി കവിതാരചനയിൽ ജാൻവി കെ, ദേശഭക്തി ഗാനത്തിൽ ശ്വേത സുനിൽ, അനശ്വര സുരേഷ്, അർച്ചന സി, നിധി ബാബു, കൃഷ്ണജ സി, അരുണിമ ഹരിദാസ്, സൂര്യാദേവി ടി പി എന്നീ കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗം കാവ്യകേളിയിൽ രോഷ്നി ആർ കെ, സംസ്കൃതം കവിതാരചനയിൽ നിവേദ്യ എ വി എന്നീ കുട്ടികളുമാണ് എ ഗ്രേഡിന് അർഹരായത്. വിജയികളെ PTA-യും SMCU സ്റ്റാഫ് കൗൺസിലും അഭിനന്ദിച്ചു. വിജയികൾക്ക് സ്വീകരണവും നൽകി. ശ്രീകൃഷ്ണപുരം പുളിയക്കാട്ട് തെരുവ് MV കിട്ടു സ്മാരക വായനശാലയുടെ 5ാമത് വാർഷികം ആഘോഷിച്ചു. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദരവും വായനശാലയുടെ മാഗസിൻ പ്രകാശനവും MLA നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് P. ചന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ AK ഷീലാദേവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ KK ലിനി, പഞ്ചായത്ത് അംഗം N. വിദ്യാലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CV അനിത, നേതൃസമിതി കൺവീനർ NP പ്രിയേഷ്, വായനശാല സെക്രട്ടറി എബിൻ ബേബി, ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് AM ഉഷാദേവി, K. ഷാജി, MV സുജേഷ്, P. ശ്രീജിത്ത്, P. രാധാകൃഷ്ണൻ, PV ബാബു, P. വിഷ്ണു, ലൈബ്രറിയൻ കാവ്യ സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഒലിവ് മണ്ണാർക്കാട് അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി. കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു പെറ്റെഴുന്നേറ്റു വേദിട്ടു കുളിച്ചൊരു പെൺമണിയെപ്പോൾ തെളിഞ്ഞു നിന്നു. कमलालय श्रीदेवी कुरिपिंचवे करुणांबुरासी धीम तारा जतुलतो गाणमे नाट्यं चेसे गतुलतो అటువంటి మన్నుల రాత్రి చిరియది కన్నపో అయ్యయ్యో నెంచిల రాత్రి కరిమిడియుల కలవాణి ముందరి కన్నప్ప కళ్ళతోడచి చిరికెల పెన్న కళ్యాణి నిన్న భారత పుള്ളി ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചു. P. മമ്മിക്കുട്ടി MLA സല്യൂട്ട് സ്വീകരിച്ചു. സ്കൂളിലെ 2023-26 ബാച്ച് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റ് കുട്ടികളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. ഈ പാസിംഗ് ഔട്ട് പരേഡ് നയിക്കുന്നത് പരേഡ് കമാൻഡറായ അൻഷിഫാണ്. പരേഡിന്റെ പരിപൂർണമായ ചുമതല സെക്കൻഡ് കമാൻഡർ പരേഡ് കമാൻഡർക്ക് കൈമാറുന്നു. ആദ്യമായി ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി AC രജിത വർഗൾ ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ സുരേഷ് അധ്യക്ഷയായി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് മുഖ്യാതിഥിയായി. ചളവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഉണ്ണിയൻകുട്ടി, ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കവിരാജ് PK, SPC ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ നന്ദകുമാർ T, സ്കൂൾ മാനേജർ MP ഗോവിന്ദരാജൻ, PTA പ്രസിഡന്റ് C. സുരേഷ് ബാബു, പ്രിൻസിപ്പൽ KB സുനിൽ രാജ്, ഹെഡ് മിസ്ട്രസ് AC രജിത, സ്റ്റാഫ് സെക്രട്ടറി C. ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഡ്രിൽ ഇൻസ്ട്രക്ടർ K. ജയകൃഷ്ണൻ, വുമൺ ഡ്രിൽ ഇൻസ്ട്രക്ടർ സുനിജ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ വിനീത് കൃഷ്ണൻ KT, സൂര്യമോൾ K എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ആശിഷ് കൃഷ്ണ, അതുൽ കൃഷ്ണ M, ഹിതാവി, അനന്യ MK എന്നിവരെ മികച്ച കേഡറ്റുമാരായി തിരഞ്ഞെടുത്തു.
ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ചെറുപ്പളശ്ശേരിയുടെ സ്വന്തം ഹോമിയോ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഇനി പുതിയ ലൊക്കേഷൻ. നെല്ലായ കൊച്ചിൻ ഓഡിറ്റോറിയത്തിന് സമീപം പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം കൂടുതൽ സൗകര്യങ്ങളുമായി മഞ്ചക്കൽ പെട്രോൾ പമ്പിന് എതിർവശത്തായി നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം നിർവഹിച്ചു. പത്തു വർഷക്കാലമായി നെല്ലായ മഞ്ചക്കൽ ഓഡിറ്റോറിയത്തിന് സമീപത്ത് പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ അനീഷ് മോഹന്റെ നേതൃത്വത്തിലുള്ള ഹോമിയോ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കാണ് കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോടെ ആധുനിക രീതിയിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. മഞ്ചക്കൽ പെട്രോൾ പമ്പിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. മഞ്ചക്കൽ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരു ഹോമിയോ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഇന്ന് പുതുതായി ഓപ്പൺ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ ഹോമിയോ ക്ലിനിക്ക് കഴിഞ്ഞ 10 വർഷമായി കൊച്ചിൻ ഓഡിറ്റോറിയത്തിൻ്റെ പരിസരത്ത് ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഡോക്ടർ അനീഷ് മോഹൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ലിനിക്ക് പ്രവർത്തിച്ചു വരുന്നത്. അങ്ങനെ ഹോമിയോ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ, രോഗികൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായ സൗകര്യപ്രദമായ ഒരു കേന്ദ്രമാണ് ഇവിടെ ഇന്ന് സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സഹ്യ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഹോമിയോ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന് ഇതിനോടകം നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അലർജി, ആസ്മ, ഗൈനക്കോളജി, മൈഗ്രെയിൻ, ഡിറ്റോക്സ്, ഡി അഡിക്ഷൻ, ഫെർട്ടിലിറ്റി, സ്കിൻ കെയർ, പീഡിയാട്രിക്, ന്യൂറോ സൈക്യാട്രി, ഗ്യാസ്ട്രോ, യൂറോ, എൻഡോക്രിനോളജി, ENT, റൂമറ്റോളജി ക്ലിനിക്ക് തുടങ്ങിയ വിഭാഗങ്ങളിൽ ആധുനിക രീതിയിലുള്ള ഹോമിയോപ്പതി ചികിത്സയാണ് ഹോമിയോ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ നൽകുന്നത്. 2014 ബിരുദം കരസ്ഥമാക്കി പ്രാക്ടീസ് ആരംഭിച്ച ഡോക്ടർ അനീഷ് മോഹൻ മികച്ച എഴുത്തുകാരനും വാഗ്മിയും ഡോക്ടർമാർക്കുള്ള പരിശീലന ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി കൂടിയാണ്. ഹോമിയോപ്പതിക്കുള്ള 2025 ഡോക്ടർ ഹാനിമാൻ ദേശീയ പുരസ്കാര ജേതാവും ത്വക്ക് രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, കുട്ടികളുടെ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ എന്നിവയിൽ വിദഗ്ധനുമാണ് ഡോക്ടർ അനീഷ് മോഹൻ. അലർജി, ആസ്മ, സ്ത്രീരോഗങ്ങൾ, വന്ധ്യത, മാനസിക രോഗങ്ങൾ എന്നിവയിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണവും ഹോമിയോ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ലഭ്യമാണ്. ഇതിനു പുറമെ ഓൺലൈൻ കൺസൾട്ടേഷൻ സൗകര്യവും ടെലിമെഡിസിൻ സൗകര്യവും ഏതു രാജ്യത്തേക്കും കൊറിയർ വഴി മരുന്നുകൾ എത്തിക്കാനുള്ള സൗകര്യവും ഹോമിയോ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ലഭ്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ ചെർപ്പശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് നേടിയ ഡോക്ടർ SG ബിജു മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷൻ ശ്രീ ജയകൃഷ്ണൻ, കൗൺസിലർ അജ്മൽ അബ്ബാസ്, ഡോക്ടർ നയീമുർ റഹ്മാൻ, SV മോഹനൻ മാസ്റ്റർ, P നാരായണനുണ്ണി മാസ്റ്റർ, രാജീവ് കാർൽമണ്ണ, ഡോക്ടർ രാകേഷ് MR എന്നിവർ സംസാരിച്ചു. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് ഹോമിയോ കെയർ ക്ലിനിക്കിൻ്റെ വിജയമെന്നും ജനങ്ങൾക്ക് നൽകുന്ന സേവനം നിസ്വാർത്ഥമായി തന്നെ തുടരുമെന്നും ഡോക്ടർ അനീഷ് മോഹൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കൊച്ചിൻ ഓഡിറ്റോറിയത്തിനടുത്ത് പ്രവർത്തിച്ചിരുന്ന ഹോമിയോ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് ഇന്ന് മുതൽ ഇവിടെ മഞ്ചക്കല്ല് പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു കെട്ടിടത്തിലേക്ക് കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയിട്ടും മാറ്റിയിരിക്കുകയാണ്. നമ്മൾ ആളുകൾക്ക് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുക, ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുക, അല്ലെങ്കിൽ സുഖകരമായിട്ട് കയറി വരാൻ പറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് നമ്മൾ കൂടുതൽ വിപുലീകരിച്ചിട്ടുള്ള ഈ ഒരു ക്ലിനിക്ക് നമ്മളിങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം
ഞങ്ങൾ ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള സേവനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിലുള്ള സേവനങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്നുള്ള ഉത്തമ ആത്മവിശ്വാസവും ബോധ്യവും ഞങ്ങൾക്കുണ്ട്. ഇതുവരെ എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ച LDF-ലെ 8 ജനപ്രതിനിധികൾക്ക് സ്വീകരണമൊരുക്കി. സ്വീകരണയോഗം SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. K മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. P അജിത് കുമാർ, NP കമറുദ്ദീൻ, സുമാധാമു, ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. സമുദായത്തിന് 10 വർഷക്കാലം കൊണ്ട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് ഈ പൊതുയോഗം നടക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. ഞാൻ സത്യസന്ധമായി ചോദിക്കട്ടെ, തുറന്ന മനസ്സോടെ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുഭരണത്തിന് കീഴിൽ ഈ കേരളത്തിനകത്ത് അവകാശം നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പേര് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. കളഞ്ഞുകിട്ടിയ പണം രോഗി ചികിത്സാ ഫണ്ടിലേക്ക് നൽകി മണ്ണാർക്കാട്ടെ ബേക്കറി ഉടമ വിജയൻ. ഇരുവർക്കകളും തകരാറിലായി കുമരമ്പത്തൂർ ഒടുവങ്ങാട്ടിൽ വിശ്വനാഥൻ ചികിത്സാ ഫണ്ടിലേക്കാണ് തുക കൈമാറിയത്. മണ്ണാർക്കാട് സബ് ഇൻസ്പെക്ടർ MK ശ്രീത്തിൽ നിന്നും ചികിത്സാ ധനസഹായ സമിതി കൺവീനറും കുമരമ്പത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ മുഹമ്മദ് ഷമീർ തുക ഏറ്റുവാങ്ങി. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഗാന്ധിജിയുടെ പേര് നീക്കം ചെയ്തത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധി ദർശൻ വേദി മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെല്ലിപ്പുഴ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പ്രതിഷേധ സദസ്സ് ഒരുക്കി. മണ്ണാർക്കാട്ടെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ ഡോക്ടർ PP വിജയകുമാർ മുഖ്യപ്രഭാഷണവും നടത്തി. നിയോജക മണ്ഡലം ചെയർമാൻ VP ശശികുമാർ അധ്യക്ഷത വഹിച്ചു. MC വർഗീസ്, KT പുഷ്പവല്ലി നമ്പ്യാർ, രാധാ ശിവദാസ്, D വിജയലക്ഷ്മി, M സാവിത്രി, സീന ശശി, ഗോപി പൂന്തോട്ടത്തിൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നാടിനെ നടുക്കി ഒറ്റപ്പാലത്ത് ഇരട്ടക്കൊല. ദമ്പതികളായ നസീർ, സുഹറ എന്നിവരാണ് വെട്ടേറ്റ് മരിച്ചത്. ഇവരുടെ വളർത്തുമകളുടെ കുട്ടിക്കും പരിക്ക്. കൊല നടത്തിയ വളർത്തുമകളുടെ ഭർത്താവ് പൊന്നാനി സ്വദേശി മുഹമ്മദ് റാഫി അറസ്റ്റ്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ്. എടത്തനാട്ടുകര കാപ്പുപറമ്പിൽ തേനീച്ചക്കൂട്ടത്തിന്റെ ആക്രമണം. 7 പേർക്ക് പരിക്ക്. മാരകമായി കുത്തേറ്റ വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. വീടിനകത്ത് വരെ കയറി തേനീച്ചകൾ കുത്തി. ഇത്തവണ മണ്ണാർക്കാട്ടെ UDF സ്ഥാനാർത്ഥി മണ്ണാർക്കാട്ടുകാരൻ തന്നെയാവണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ. 3 തവണ MLA ആയ N ശംസുദ്ദീൻ മാറണം. നേതൃക്യാമ്പിൽ ഇക്കാര്യം തീരുമാനിച്ചതാണെന്നും കല്ലടി അബൂബക്കർ. കുമരമ്പത്തൂർ കാരിപ്പാടത്ത് പട്ടാപ്പകൽ റബ്ബർ ഷീറ്റ് മോഷണം. 50 കിലോ റബ്ബർ മോഷണം പോയി. പ്രദേശത്ത് കാർഷികോൽപ്പന്നങ്ങൾ മോഷണം പോകുന്നത് പതിവെന്ന നാട്ടുകാർ. പട്ടാമ്പിയിൽ അഴുക്കുചാലുകളിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഒഴുക്കിവിടുന്നതായി കണ്ടെത്തി. സമീപത്തെ കിണറുകളിലെ വെള്ളം പരിശോധിച്ചതിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം. നടപടിയുമായി നഗരസഭയും ആരോഗ്യ വിഭാഗവും. PK ശശിയോട് അനുഭാവമുള്ള നേതാക്കളെയും ഒതുക്കാൻ നീക്കമെന്ന ആരോപണം. പ്രതിഷേധിച്ച CITU മണ്ണാർക്കാട് ഡിവിഷൻ സെക്രട്ടറി M അവറ CPM ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു. കൂടുതൽ പേർക്കെതിരെ നടപടി വരുമെന്ന സൂചന. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.